സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് യഖ്ബലുല്ലാഹു സലാസതൻ ഇല്ലാ മഅ സലാസ. മൂന്ന് കാര്യങ്ങൾ കൊണ്ട് സ്വീകരിക്കുകയുള്ളൂ. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്തെന്നറിയോ? ഇത്താഅത്തുല്ലാഹി ഇല്ലാ മാ ഇത്താഅത്തുർ റസൂൽ. അല്ലാഹുവിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഴിപ്പെടുന്നതിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന കാര്യങ്ങൾ നീ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിലേക്ക് നീ പോകരുത്. ഇന്ന കാര്യം നീ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കാര്യം നീ ചെയ്യണം. എന്നാൽ അല്ലാഹുവിനനുസരിച്ചവനായി. രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരുപാട് പറയാണ്ടു. രണ്ടാമത്തെ കാര്യം എടുത്തു പറയുന്നു അസ്സലാത്തു ഇല്ലാ മഅസ് സക്കാ. നമ്മുടെ നമസ്കാരം യഥാർത്ഥമാകണമെങ്കിൽ, അത് സ്വീകരിക്കണമെങ്കിൽ അതിനോടൊപ്പം, ഈ നമസ്കരിക്കുന്നതിനോടൊപ്പം നമ്മൾ സകാത്ത് കൊടുക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമതായിട്ട് പറയുന്നു ശുക്റുല്ലാഹി ഇല്ലാ മഅ ശുക്രിൽ വാലിദീ സദഖ റസൂലുഹു നബിയിൽ കരീം. മൂന്നാമതായിട്ട് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ച കാര്യം എന്തെന്നറിയോ? ശുക്റുല്ലാഹ്, അല്ലാഹു ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു മഅ ശുക്രിൽ വാലിദീ. മാതാവിന് നന്ദി ചെയ്യുന്നതിലൂടെയാണ്, പിതാവിന് നന്മ ചെയ്യുന്നതിലൂടെയാണ്, പിതാവിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെയാണ്. ഇതാരാണ് പഠിപ്പിക്കുന്നതെന്നറിയോ? ഒരിക്കൽ പോലും കളവ് പറയാ അവിടത്തെ നാവുറത്താത്ത സയ്യിദുൽ കൗനൈൻ ഖാതിമുൻ നബി അനീസുൽ ഗരീബി നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇത് മാറ്റിവെക്കാ എന്നെയും നിങ്ങളെയും കൊണ്ട് പറ്റുമോ സഹോദരാ? ഇന്നിപ്പോ ഉപ്പയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അലർജിയാണ്, ഉമ്മ എന്ന് പറഞ്ഞാലും നിങ്ങൾക്കും അലർജിയാണല്ലോ. വേണ്ട വേണ്ട, ഇവർ നമ്മുടെ സ്വർഗത്തിന്റെ കവാടങ്ങളാണെന്ന് പുന്നാരന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നമുക്കൊരുപാട് സ്വത്തുണ്ടാകുമ്പോ, ഒരുപാട് ആഡംബരമുണ്ടാകുമ്പോ, ഒരുപാട് ആർപ്പാടമുണ്ടാകുമ്പോ, 2 നിലയും 3 നിലയും എല്ലാം കെട്ടിടങ്ങൾ നമുക്കുണ്ടാകുമ്പോ നമ്മുടെ പെറ്റ് വളർത്തിയ പുന്നാര ഉമ്മാനെ മറക്കല്ലേ. എത്രയോ കഥയുന്ന് കേൾക്കാരോ എന്റെ പ്രിയമുള്ള സഹോദരാ. ഈയിടയ്ക്കതാ എറണാകുളം ജില്ലയിലേക്ക് വിനീതൻ വാതിന് പോയപ്പോ ഒരു പാവപ്പെട്ട ഒരു ഉമ്മാന്റെ കഥ ഞാൻ കേട്ടുപോയി. അന്ന് അൽഹംദുലില്ലാഹ് അന്നത്തെ വിഷയം മാതാപിതാക്കളെ കുറിച്ചായിരുന്നു. കണ്ണുനീരോടെ ആ വിഷയം അവിടെ പറയേണ്ടി വന്നുപോയി. ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മാന്റെ കണ്ണുകളിൽ കൂടി വീഴുന്ന കണ്ണുനീര് കണ്ട അതാ കരയാത്ത മനുഷ്യൻ പോലും കരഞ്ഞുപോയി. സാജിദ എന്നാണ് പ്രിയപ്പെട്ട പുന്നാര ഉമ്മാന്റെ പേര്. ഇടപ്പള്ളിയിലാണ് വീട്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ കിടക്കുന്ന വീട്ടിലേക്കതാ ആരോ കാണാൻ വന്നിരിക്കുന്നെന്ന് പറഞ്ഞപ്പോ, വരാൻ വേണ്ടി പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ടൊരു പ്രിയപ്പെട്ട പുന്നാര ഉമ്മ കടന്നു വരികയാ. അവർക്കുള്ള കോലം കണ്ട ഒരു പക്ഷേ ചില ആൾക്കാരും നിറച്ചു പോയേക്കാ. അങ്ങനെ വല്ലാത്ത വേഷത്താൽ, മുഷിഞ്ഞ വേഷത്താൽ ആ പുന്നാര ഉമ്മ കടന്നു വന്നപ്പോ ഞാൻ വിചാരിച്ചു പോയി കണ്ണിൽ വല്ലതും വീണു പോയതായിരിക്കുമെന്ന്. ആ ഉമ്മ വന്നുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് കാര്യം പറയാൻ തുടങ്ങി. ഉസ്താദ്, എനിക്ക് 12 മക്കളാണ്, 12 മക്കളാണ്. ഈ 12 മക്കളും ആൺമക്കളാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പറയാ, എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ കടയിട്ടിരിക്കുന്ന എന്റെ 2ാമത്തെ മകനാണ്. ഇങ്ങനെ ഓരോ മകന്റേതായിട്ടുള്ള കഥകളും ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാ, അല്ലയോ മോനെ എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് പറയാ, ഇന്നിപ്പോ ഞാൻ കിടക്കുന്ന വീട് നിങ്ങൾക്കറിയണോ? അതാ നോക്കുസ്താദെ, ആ കാണുന്ന വീടാണ് എന്റെ വീട്. ഞാൻ നോക്കുമ്പോഴോ വലിയൊരു കൊട്ടാരമാണ് കാണുന്നത്. ഞാൻ വിചാരിച്ചു അതിനകത്തായിരിക്കും പാവപ്പെട്ട ഉമ്മ കിടക്കുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്,
ഞാൻ ചോദിച്ചു പോയി, ഉമ്മ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നല്ല വീടാണല്ലോ അൽഹംദുലില്ലാ പറഞ്ഞൂടെ? അപ്പോഴാണ് കാണിക്കുന്ന ഉസ്താദ് അതല്ല, ആ കാണുന്ന ചെരുവിലൂടെ നോക്കു ഉസ്താദ്. നോക്കുമ്പോഴോ ഒരു ചെറ്റക്കുടല് കാണുകയാണ്. ആ വീട്ടിന്റെ ഒരു വശം പച്ചക്കട്ട കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കണ്ടുപോയവനാ സഹോദര, അധികം നാളായിട്ടില്ല, ഇന്നിപ്പോ 2 ആഴ്ച മാത്രമാണ് ആയിട്ടുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, നോക്കുമ്പോഴോ അതാ കുറച്ച് വെള്ളയും അടിച്ചിട്ടുള്ള ഒരു വീടാണ്. അല്ലാ അല്ലാ, അത്രയും 12 മക്കളെ പ്രസവിച്ച് വളർത്തിയ പ്രിയപ്പെട്ട പുന്നാന്റെ അവസ്ഥ എന്തെന്നറിയോ? ആ ഉമ്മാന്റെ അവസ്ഥ എന്തെന്നറിയോ? ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മക്കളുടെ മുന്നിലേക്ക് പോകാൻ അടച്ചു പോയല്ലോ. കാരണം എന്തെന്നറിയോ? ആ പൊന്നു മക്കളുടെ വീട്ടിന്റെ അടുക്കലെ കണ്ടുപോയ ആ പുന്നാര മക്കളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് അവരൊന്ന് എതിർത്തെന്തെങ്കിലും പറയുന്ന കേൾക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മാക്കത് സഹിക്കാൻ കഴിയോ? ആ പ്രിയപ്പെട്ട ഉമ്മാക്കത് താങ്ങാൻ കഴിയോ? ഒരിക്കലുമില്ല സഹോദര, ഒരിക്കലുമില്ല. അവിടെ നിന്ന് കണ്ണുനീരോടെ വെട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ, ആ കാണുന്ന വീട്ടിൽ അപ്പുറത്ത് കാണുന്നൊരു വീടുണ്ടല്ലോ, അവിടെ പോയാ ഞാൻ ഒരു നേരത്തെ വെള്ളം ഞാൻ മേടിച്ചു കൊടുക്കുന്നത്. എന്നാലും എന്റെ കുഞ്ഞുമക്കളുടെ വീട്ടിലേക്ക് പോകാ എന്റെ മനസ്സനുവദിക്കുന്നില്ല ഉസ്താദ്. എന്റെ പ്രിയമുള്ള സഹോദര, ചിന്തിച്ചു നോക്ക്. 12 മക്കളെ പെറ്റുവളർത്തിയ പ്രിയപ്പെട്ട മാതാവിന്റെ ഗതി ഇന്നിപ്പോ ഇത്രത്തോളം മതപതനത്തിന്റെ പടുകുടിയിലേക്ക് കണ്ടുപോയല്ലോ. ഈ ഒരവസ്ഥ എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾക്ക് വരാതെ സൂക്ഷിച്ചു സഹോദര. അങ്ങനെ വന്നുപോയാ നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കോടതിക്ക് മുന്നിലോ കയ്യും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരും. എന്റെ പ്രിയമുള്ളവര്, നിങ്ങൾക്കറിയുമല്ലോ, ഇന്നിപ്പോ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയും ഉപ്പയും കൂടി ചേർന്നുകൊണ്ട് നമ്മളെ ഒരു വിവാഹം കഴിപ്പിക്കുമ്പോ ഉമ്മാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയാണ് കടന്നു വരുന്നത്, ഉപ്പാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയാണ് കടന്നു വരുന്നത്. എന്റെ പൊന്നുമോന്റെ കുടുംബജീവൻ നല്ലതുപോലെ ഉണ്ടാകണമെന്ന് ആഗ്രഹത്തോടു കൂടിയിട്ട് ആവേശത്തോടു കൂടിയിട്ട് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും നല്ലതുപോലെ മക്കളെ വളർത്തിയിട്ട് അവരെ കൊണ്ടുതാ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി വരുകയാണ്. അങ്ങനെ ചൊല്ലുകയാണ്. പെണ്ണ് കണ്ടു, നല്ലൊരു പെൺകുട്ടി, കാണാൻ ഒരു കുഴപ്പമില്ല, നല്ല സൗന്ദര്യമുണ്ട്, നല്ലപോലെ ചെന്നപ്പോഴും ആൾക്കാരെ കണ്ടപ്പോഴും നല്ലൊരു ചിരിയൊക്കെ കൊണ്ട് പാസ്സാക്കി ഉഷാർ അൽഹംദുലില്ലാ. ഇനി ഇതിനപ്പുറത്തോട്ട് നല്ലൊരു പെൺകുട്ടിയില്ല. ഇന്നിപ്പോ ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, പെൺകുട്ടികളെ ചെന്ന് കാണുന്നു, മുഖത്തിന് അല്പം വെളുപ്പുണ്ട്, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടു, വാപ്പാക്കും ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇവനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവർക്ക് ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എന്താണ് ചെന്ന് കണ്ടുകൊണ്ട് മുഖത്തിന്റെ സൗന്ദര്യം മാത്രം നോക്കിക്കൊണ്ട് പെണ്ണ് കിട്ടുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ പഠിച്ചോളി. അവസാന അബദ്ധത്തിന്റെ പടുകുടിയിലേക്ക് ചാടിയിട്ട് പിന്നെ വിരലടിച്ചിട്ട് കാര്യമില്ല. ആദ്യമൊക്കെ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാ നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിലോ നീ രാവിലെ ഇറങ്ങി പണിക്ക് പോയിട്ട് തിരിച്ചു വരണ സമയത്ത് പെണ്ണുമുള്ളക്കുള്ള മകളിലെ കടന്തൽ ഉദ്യമാരിയിരിക്കും. ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ പറയും ഒന്നുമില്ല. അല്ല, എന്നാലും നീ പറയും. അപ്പോഴെന്ത് പറയും? ഉമ്മാന്റെ കാര്യങ്ങൾ പറയും. ഉമ്മ അങ്ങനെയായിരുന്നു, ഉമ്മ ഇങ്ങനെയായിരുന്നു, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെന്തുണ്ടാകും? ഇന്നേ വരെ ഉമ്മ എന്ന് വിളിച്ച പ്രിയപ്പെട്ട പുന്നാരമകൻ പിന്നെ വിളിക്കും കിളവി എന്ന് വിളിച്ചു തുടങ്ങും. അല്ലേ? ഇന്നിപ്പോ മിക്കുള്ള വീടുകളിൽ ചില മക്കൾ പോലും ചില ഉമ്മമാരെ കിളവി എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്റെ ബഹുമാനമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയാ, അങ്ങനെ നിങ്ങൾ കിളവി എന്ന് വിളിക്കുന്ന സമയത്ത് ആ ഉമ്മാന്റെ മനസ്സൊന്ന് വേദനിച്ചു പോയാൽ നാളെ അല്ലാഹുവിന്റെ റബ്ബിന്റെ കോടതിക്ക് മുന്നിൽ ചെന്ന് കയ്യും കെട്ടിയുന്നുണ്ട് സമാധാനം പറയേണ്ടി വരും. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സഹോദരങ്ങളെ, നാളെ അല്ലാഹുവിന്റെ സ്വർഗം രക്ഷപ്പെടിക്കും. അല്ലാഹു തആല നമുക്ക് സ്വർഗം കിട്ടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പെണ്ണ് കെട്ടി, ചെറുക്കൻ പെണ്ണ് കെട്ടിയപ്പോഴാണ് പിന്നീട് ഉമ്മായെ ഉപ്പായെ ആകെ വെറുപ്പിക്കുന്ന രീതിയിൽ പെണ്ണ് സംസാരിക്കാൻ തുടങ്ങി. അവസാനം പെണ്ണ് മതി അവനിക്ക്, ഉമ്മയും ഉപ്പയും അവനിക്ക് ഒന്നുമല്ലാതെയായി മാറി. 10 മാസത്തോളം അവന് ഒരുപാട് വേദനയും യാതനയും പ്രയാസവും കഷ്ടപ്പാടിന്റെ മേലെ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് അവനെ പ്രസവിച്ച പ്രിയപ്പെട്ട പുന്നാര ഉമ്മാനെ കാറ്റിൽ പറപ്പിച്ചു. എപ്പോഴോ വന്നു കയറിയ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾക്കറിയല്ലോ, നിങ്ങളെല്ലാവരും കേട്ടതാണ് അൽഖമാർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. എന്താ ഉണ്ടായേ? ഉമ്മയേക്കാൾ സ്ഥാനം പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അവിടെ കൊടുത്തു. അങ്ങനെ ഭാര്യയ്ക്ക് അവിടെ കൊടുത്ത സമയത്ത് എന്തുണ്ടായി? അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റാണ്ട് പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റാണ്ട് എന്താ കാരണം? ഉമ്മാന്റെ പൊരുത്തം അവിടെ കിട്ടിയില്ല.
ഉമ്മാന്റെ പൊരുത്തവടില്ലാതായി ഇപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? അവസാനം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വാർത്തയെത്തി. ഹബീബായ റസൂലേ, അൽഖമ റളിയല്ലാഹു തആല അൻഹു അതാ ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല. അൽഖമ അവിടുന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുന്നില്ല. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് ചെന്നുകൊണ്ട് പറയും, ഉമ്മാനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മാനെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബായ റസൂലേ, എന്നെക്കാൾ സ്ഥാനം അവന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് അവൻ കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഉമ്മാന്റെ പൊരുത്ത് അവസാനം വിറ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വിറ കൊണ്ടുവന്നപ്പോ പറഞ്ഞു, എന്താ അള്ളാഹുവിന്റെ റസൂൽ, എന്റെ പൊന്നമോനെ കരിക്കരുത്, ഞാൻ എല്ലാം ഞാൻ അവനിക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ ബഹുമാനപ്പെട്ട അൽഖമ റളിയല്ലാഹു തആല അൻഹു ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് നാം മരിക്കുകയാണ്. അവസാനം എല്ലാവരും കൂടിയിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ട് മറമാടാൻ വേണ്ടി കൊണ്ടുവച്ചിട്ട് മറമാടപ്പെട്ട് ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാ, യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ മൻ ഫല്ലല സൗജതഹു വലാ ഉമ്മിഹി വഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ صرفا ولا عدلا إلا أن يتوب إلى الله ويحسن إليها ويطلب رضاها فرضا الله في رضاها وسخط الله في سخطها. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മുഹാജിറുകളെയും അൻസാറുകളെയും വിളിച്ചുകൊണ്ട് പറയാ, മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി, ആരെങ്കിലും അവന്റെ പ്രിയപ്പെട്ട ഉമ്മയേക്കാൾ സ്ഥാനമുണ്ടല്ലോ, അവന്റെ പ്രിയപ്പെട്ട പ്രിയ തോഴിക്കവൻ നൽകിക്കഴിഞ്ഞാ വഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള സകലമാന മാലാഖമാര്, ആകാശത്തുള്ള സകലമാന മാലാഖമാര്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മാലാഖമാര്, ഈ ലോകത്തുള്ള മുഴുവൻ മാലാഖമാര്, അതുപോലെ വന്നാസി അജ്മഈൻ. മുഴുവൻ മാലാഖമാരും ചവിച്ചുകൊണ്ടിരിക്കുമെന്നോ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആരിലും നബി രാജന നബി മുസ്തഫ തനി തങ്ങളാര അമ്പിളി പൂരാജ നബിയോ താഹ നബിയോരാ നബി മുസ്തഫ കനി വമ്പിളി പോൽ താമര പൂവാ പൂനിലാവോടത്തവർ നബി തങ്ങളെ പാൽനിലാവോടാ നബിയോ ഒത്തവരോ. ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ വീണ്ടും പറയാണ്, ഉമ്മയേക്കാൾ സ്ഥാനം പ്രിയപ്പെട്ട ഭാര്യക്കവൻ കൊടുത്തു കഴിഞ്ഞാ അല്ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. പഠിച്ചോ സഹോദരാ, പഠിച്ചോ. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് ഉപ്പാനെ വെറുപ്പിച്ചിട്ട് ഇന്ന് അല്ലാഹുവിന്റെ പള്ളിക്കുള്ളിൽ കയറിയിട്ട് സൂവിനടിക്കുന്ന ചെറുപ്പക്കാരാ, നമസ്കാരമുണ്ടെന്ന് കാണിക്കുന്ന ചെറുപ്പക്കാരാ, ഇതാർക്ക് വേണ്ടിയാ എന്റെ പ്രിയമുള്ള മുസ്ലിമേ ചെയ്യുന്നത്? അല്ലാഹുക്ക് വേണ്ടിയാണോ? അല്ലാഹുക്ക് വേണ്ടിയാണോ? എന്നാൽ ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചല്ലോ, ശുക്റുല്ലാഹി ഇല്ലാ മാ ശുക്റുൽ വാലി.